ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിനെ പിന്തുണയ്ക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തീരുമാനം ആശങ്കപ്പെടുത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ. ഹൈന്ദവരെയും ക്രൈസ്തവരെയും കൊന്നൊടുക്കിയവരാണ് പോപ്പുലർ ഫ്രണ്ടുകാർ. കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതിനെതിരെ എതിർപ്പുകൾ ഉണ്ടെന്നും ഏതെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നുമാണ് കെ സുരേന്ദ്രൻ വയനാട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അർജുൻ പി എസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, എന്തായാലും ഈ കോൺഗ്രസ് SDPA കൂട്ടുകെട്ട് അല്ലെങ്കിൽ UDF SDPA പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ട് ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയ്ക്ക് കഴിഞ്ഞ ദിവസം മുതലേ കളമൊരുക്കിയിരുന്നു. ഇന്ന് അതിനെതിരെ ശക്തമായി പ്രതികരണം അറിയിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ. തീർച്ചയായും മനു, അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. അതായത് പോപ്പുലർ ഫ്രണ്ടും UDFും തമ്മിൽ ഇപ്പോൾ ഒരു ധാരണയുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിൽ ഒരു പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതായത് UDFിനാകെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കെ സുരേന്ദ്രനും അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തുറന്നു കാട്ടിയത്. അതായത് വയനാട്ടിലും ഇത്തരത്തിലുള്ള ഒരു ഡീല് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുണ്ട്. അത്തരത്തിൽ വരുമ്പോഴാണ് തീവ്രവാദ സംഘടനകളുമായി ഇത്തരത്തിൽ UDF ഡീല് നടത്തുന്നത് രാഹുൽ ഗാന്ധി അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അറിഞ്ഞിട്ടാണോ എന്നുള്ളത് വ്യക്തമാക്കണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ ഇത്തരത്തിൽ BJP നേതാക്കളടക്കം അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളടക്കം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ദേശീയ ഏജൻസികളൊക്കെ കേരളത്തിലെത്തുകയും പിന്നീട് ഇത്തരത്തിലുള്ള PFI കേന്ദ്രങ്ങളിൽ അടക്കം റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നത്. ആ സമയത്ത് വിവിധ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിവിധ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. മലപ്പുറത്തെ ഗ്രീൻ വാലി അടക്കം, അതായത് അവരുടെ ഏറ്റവും വലിയ ആയുധ പരിശീലന കേന്ദ്രമായിട്ടുള്ള ഗ്രീൻ വാലി അടക്കം അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇവിടെ വന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇവിടെ പരിശോധന നടത്തുകയും അതിൻ്റെ ഒരു സാഹചര്യത്തിൽ PFIയെ നിരോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ PFI കോൺഗ്രസിന് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്, UDFിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ എതിർത്ത് പറയുവാൻ വേണ്ടി പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് ഉയർന്ന നേതാക്കളോ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൂടി സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. അതായത് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അത് പരിശോധിച്ചിട്ട് മറുപടി പറയാം, എന്താണ് പറയേണ്ടത് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഇത്തരത്തിൽ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ട എന്ന്, അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള രാജ്യ താല്പര്യത്തിന് എതിരു നിൽക്കുന്ന ആളുകളുടെ വോട്ട് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ ചോദിച്ചത്.